നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനി എന്തെങ്കിലും ആ ശബരിമലയിൽ അയ്യപ്പൻ്റെതായി ബാക്കിയുണ്ടോ? എല്ലാം കൊള്ളയടിച്ചില്ലേ നിങ്ങൾ കള്ളന്മാരൊക്കെ തന്നെ? ചോദിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി പരിഹസിക്കുകയാണ്, ശക്തമായി വിമർശിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിട്ട് എന്താണ് ഇതിനപ്പുറത്തേക്ക് ചോദിക്കേണ്ടത്? അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട് പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതി ജസ്റ്റിസുമാരായിട്ടുള്ള ദീപാങ്കർ ദത്തയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങിയ ബെഞ്ച് സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ പരിഹാസ രൂപേണ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. ഹർജി എന്തായിരുന്നാലും പരിഗണിക്കുന്നത് നീട്ടിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാർച്ച് 9 മാറ്റിയും വെച്ചു. അവിടെ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നാണ് ബെഞ്ചിലെ അംഗമായിട്ടുള്ള ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകനോട് ചോദിച്ചത്. സ്വർണ്ണക്കൊള്ളയുമായി പങ്കജ് ഭണ്ഡാരിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് അഭിഭാഷകൻ പറയുന്നത്. തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ഈ കേസിൽ തെറ്റായി തന്നെ പ്രതി ചേർത്തെന്നുമാണ് പങ്കജ് ഭണ്ഡാരിയുടെ വാദം. തന്നെ ഏൽപ്പിച്ച പണി മാത്രം താൻ ചെയ്തിരിക്കുന്നു. സ്വർണ്ണം പൂശുക എന്നത് മാത്രമാണ് തന്റെ ജോലി. ISROയുടെ മംഗൾയാൻ, ചാന്ദ്രയാൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്, ശാസ്ത്രജ്ഞൻ കൂടിയാണ് പങ്കജ് ഭണ്ഡാരി. കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തയ്യിൽ മഹാദേവ ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ താൻ പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണെന്നും അഭിഭാഷകൻ മുഖേന പങ്കജ് ഭണ്ഡാരി കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. നാനോടെക് ഗോൾഡൻ ഡെപ്പോസിഷൻ വിദഗ്ധനായിട്ടുള്ള തനിക്ക് സ്വർണം മോഷ്ടിക്കേണ്ട സാഹചര്യമില്ല എന്നാണ് വാദിച്ചത്. എന്തായിരുന്നാലും വെള്ളിയാഴ്ച കേസ് പരിഗണിക്കാമെന്ന പങ്കജ് ഭണ്ഡാരിയുടെ ആവശ്യം ഹോളി അവധിക്ക് ശേഷം മാത്രമേ പരിഗണിക്കൂ എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു. ഇതുവരെ കള്ളന്മാർക്കാർക്കും പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം സുപ്രീം കോടതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. ആകെ എടുത്തു പറയേണ്ടത്, ആരോഗ്യസ്ഥിതി പരിഗണിച്ച് മുൻ ദേവസ്വം സെക്രട്ടറി S ജയശ്രീക്ക് മാത്രമാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായിട്ടുള്ളവർക്ക് ഇളവ് നൽകുന്ന കാര്യത്തിൽ അങ്ങനെ കർശന നിലപാടാണ് ഇതുവരെ കോടതി സ്വീകരിച്ചു പോന്നത്. നേരത്തെയും സുപ്രീം കോടതി സ്വർണ്ണക്കൊള്ളയിൽ സമാനമായി പല രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തിയിരുന്നു. ദൈവത്തെ പോലും നിങ്ങൾ കൊള്ളയടിച്ചില്ലേ എന്നായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത്. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കഴിഞ്ഞ ദിവസം കീഴ്ക്കോടതി ജാമ്യം അനുവദിച്ചത് നമുക്കറിയാം. കൊല്ലം വിജിലൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. റിമാൻഡ് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെയാണ് തന്ത്രിക്ക് കീഴ്ക്കോടതി ജാമ്യം കൊടുത്തത്. അതും ഈ കേസിൽ ഏറ്റവും ശ്രദ്ധേയമായ വിഷയമാണ്. ഇതുവരെ പ്രതികൾ പുറത്തിറങ്ങിയെങ്കിൽ അവരൊക്കെ തന്നെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കാതെ 90 ദിവസം പൂർത്തിയാക്കിയതിനു ശേഷം സ്വാഭാവിക ജാമ്യത്തിലായിരുന്നു പുറത്തിറങ്ങിയത്. പക്ഷേ ഈ കേസ് അങ്ങനെയല്ല. 41-ാം ദിവസം തന്ത്രിക്ക് കീഴ്ക്കോടതി തന്നെ ജാമ്യം അനുവദിച്ചു. പ്രതി കേസിൽ സ്വാധീനം ചെലുത്തുമെന്നും തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞെങ്കിലും പ്രതിക്കെതിരെ ഇതുവരെയും ഒരു തെളിവ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. കട്ടളപ്പാളി കേസിൽ 13-ാം പ്രതിയും ദ്വാരപാലക കേസിൽ 16-ാം പ്രതിയുമാണ് തന്ത്രി. തന്ത്രിക്കെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ SITക്ക് കഴിയില്ല എന്നുള്ള വിമർശനം കോടതി എടുത്തു പറഞ്ഞു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ദേവസ്വം ബോർഡിന്റെ ചുമതലയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളൊക്കെ തന്ത്രിയിൽ നിക്ഷിപ്തമല്ല. പൂജകൾ ഉൾപ്പെടെയുള്ള താന്ത്രികമായ കാര്യങ്ങളിൽ മാത്രമേ തന്ത്രിക്ക് ചുമതലയുള്ളൂ. ജാമ്യ ഉത്തരവിൽ ഇത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും കേസിൽ പ്രധാന പ്രതിയാണ് കണ്ഠരര് രാജീവരെന്നുമൊക്കെ SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ തള്ളിക്കളയുകയാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ തന്ത്രിക്ക് പങ്കുണ്ടെന്നും SIT കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വാദമൊക്കെ വിജിലൻസ് കോടതി പാടെ തള്ളിക്കളഞ്ഞു. SIT തന്ത്രിക്കെതിരെ മുന്നോട്ട് വെച്ച ഓരോ കാര്യങ്ങളിലും ശക്തമായ രീതിയിൽ വാദിക്കാൻ തന്ത്രിയുടെ അഭിഭാഷകന് കഴിഞ്ഞു. കോടതി അത് ശരിവെക്കുന്നുണ്ട്. മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ ഒന്നും തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യ പൂജാരിയാണ് തന്ത്രി എന്ന് പറയുന്നത്. അയ്യപ്പന്റെ പിതൃസ്ഥാനീയൻ. മുഖ്യ പൂജാരിക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് എങ്ങനെ തെളിയിക്കാൻ കഴിയും? ഈ ചോദ്യമാണ് കോടതി മുന്നോട്ടെടുത്തത്. 27/2019 18/5/2019 മഹസറുകളിൽ തന്ത്രി ഒപ്പിട്ടിട്ടില്ല. ഇത് തന്നെ ഗൂഢാലോചനയിൽ തന്ത്രിക്ക് പങ്കുണ്ടെന്ന വാദത്തെ പോലും ദുർബലപ്പെടുത്തി. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കോടതി എടുത്തു കാട്ടുകയും ചെയ്തു. ശബരിമലയിൽ നിന്നും സ്വർണം പൂശാനെന്ന വ്യാജേന കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത് സ്വർണം തട്ടിയത് പങ്കജ് ഭണ്ഡാരി ആയിരുന്നു. അയാളിൽ നിന്നും ആ സ്വർണം വാങ്ങിയതാകട്ടെ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധനാണെന്നും പ്രത്യേക അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയതാണ്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണം എവിടെ എന്നുള്ളതാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം. അത് കണ്ടെത്തുന്നതിൽ ഏറ്റവും സഹായമാകുന്ന പ്രധാനപ്പെട്ട അറസ്റ്റുകളായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പുറത്ത് വിടരുതെന്ന് ശക്തമായി തന്നെ SIT വാദിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്തത് പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയിൽ വെച്ചാണ്. ശില്പങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത് സ്വർണം വാങ്ങിയത് ഗോവർദ്ധനം.
സ്വർണം വാങ്ങിയ കേസിലാണ് ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്തത്. ബെല്ലാരിയിൽ നടന്ന തെളിവെടുപ്പിൽ 800 ഗ്രാമിലധികം സ്വർണം ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നും അന്വേഷണ സംഘം വന്ന് കണ്ടെത്തിയിരുന്നു. ശബരിമല തന്ത്രിയുടെ മൊഴിയിൽ നിന്നാണ് ഗോവർദ്ധനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഗോവർദ്ധനെ പരിചയപ്പെടുത്തിയതെന്നും അയാളുടെ ജ്വല്ലറിയിൽ പോയിട്ടുണ്ടെന്നും തന്ത്രി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസുമായി പരിചയപ്പെടുത്തിയത് ആരാണെന്ന അന്വേഷണം കൽപേഷിലേക്കും ഗോവർദ്ധനിലേക്കും അന്വേഷണ സംഘത്തെ നയിച്ചു. കൽപേഷാണ് ഈ സ്വർണം തട്ടിയെടുക്കലിന്റെ ഇടനിലക്കാരനായി നിന്നതെന്നുള്ള നിഗമനം SITക്ക് ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുൻപ് തന്നെ SIT സംഘം അന്വേഷിച്ചത് കൽപേഷും ഗോവർദ്ധനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു. ഇവർ ആരാണെന്നും സ്വർണ്ണക്കൊള്ളയുമായി ഈ രണ്ടുപേർ എങ്ങനെ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുമാണ് പ്രധാനമായി നോക്കിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകളും SIT കണ്ടെത്തി. ഈ ബന്ധത്തിന്റെ പുറത്താണ് ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കുന്നത്. ഈ സ്വർണം കൽപേഷ് എന്ന ഇടനിലക്കാരൻ വഴി ഗോവർദ്ധന് കൊടുത്തു എന്നാണ് SITയുടെ നിഗമനം. ഈ രീതിയിലായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയതും ഇവരെ അറസ്റ്റ് ചെയ്തതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.